ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതി മുരാരി ബാബുവിൽ പിടിമുറുക്കി വിജിലൻസ്. സംസ്ഥാന വിജിലൻസ് വീണ്ടും അന്വേഷണം ആരംഭിച്ചു. മുരാരി ബാബുവിന് നൽകിയ ശമ്പളത്തിന്റെയും ആനുകൂല്യങ്ങളുടെയും കണക്ക് തേടി വിജിലൻസ് ദേവസ്വം ബോർഡിന് കത്ത് നൽകി. അതേസമയം സ്വർണ്ണക്കൊള്ളയ്ക്ക് പുറമെ ശബരിമലയിലെ മറ്റ് ക്രമക്കേടുകളിലേക്ക് ഇഡി അന്വേഷണം വ്യാപിപ്പിച്ചു. മുരാരി ബാബു വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചു എന്ന വിലയിരുത്തലിൽ മുൻപും വിജിലൻസ് അന്വേഷണം നടത്തിയിരുന്നു. ബോർഡിലെ രേഖകൾ പരിശോധിക്കാനാണ് വിജിലൻസിന്റെ പുതിയ നീക്കം. എറണാകുളം, തിരുവനന്തപുരം വിജിലൻസ് സ്പെഷ്യൽ സെൽ ഉദ്യോഗസ്ഥർ ഇന്നലെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തി ഫയലുകൾ പരിശോധിച്ചു. മുരാരി ബാബുവിന് നൽകിയ ശമ്പളത്തിന്റെയും ആനുകൂല്യങ്ങളുടെയും കണക്ക് 10 ദിവസത്തിനുള്ളിൽ രേഖാമൂലം നൽകാനാണ് നിർദ്ദേശം. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം നടത്തിയ ഓഡിറ്റിന്റെ രേഖകളും പരിശോധിക്കും. ശബരിമല കൂടാതെ മുരാരി ജോലി ചെയ്ത മറ്റു ക്ഷേത്രങ്ങളിലെ ഇടപാടുകളും നിർമ്മാണ പ്രവർത്തനങ്ങളും അന്വേഷിക്കും. ക്രമക്കേടുകളിലൂടെ നേടിയെടുത്ത പണം മറ്റെവിടെയെങ്കിലും നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നും വിജിലൻസ് സംശയിക്കുന്നുണ്ട്. പെരുന്നയിൽ 2 കോടി ചെലവിൽ ബാബു നിർമ്മിച്ച വീടിന്റെ രേഖകൾ നേരത്തെ വിജിലൻസ് പരിശോധിച്ചിരുന്നു. സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളിത്തമുള്ള മറ്റു ഉദ്യോഗസ്ഥരുടെയും സ്വത്ത് വിവരങ്ങൾ ശേഖരിക്കുകയാണ്. അതേസമയം ശബരിമലയിലെ മറ്റു ക്രമക്കേടുകൾ ഇഡിയും അന്വേഷിക്കുകയാണ്. ആടിയ ശിഷ്ടം നെയ്യ് വിൽപ്പനയിലെ വിവരങ്ങൾ ദേവസ്വം വിജിലൻസിൽ നിന്ന് ശേഖരിച്ചു. മുൻ കീഴ്ശാന്തി സുനിൽകുമാർ പോറ്റിയെ വിജിലൻസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് നീക്കം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അടുത്തയാഴ്ച ചോദ്യം ചെയ്യും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.